വേങ്ങരയിൽ യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പരാതി നൽകി യുവതി. മകൾക്കും തനിക്കും നീതി വേണമെന്നാവശ്യപ്പെട്ട് പോലീസിനെയും വനിതാ കമ്മീഷനെയും സമീപിക്കുകയായിരുന്നു യുവതി. വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്തൃവീട്ടിൽ പീഡനമായിരുന്നുവെന്നും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. ഭർത്താവും വീട്ടുകാരും സ്ത്രീധനത്തെ ചൊല്ലി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി. സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചു, മാരക രോഗങ്ങളുണ്ടെന്ന് ഭർത്തൃവീട്ടുകാർ പറഞ്ഞു പ്രചരിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളും യുവതിയുടെ പരാതിയിലുണ്ട്. 50 പവൻ സ്വർണം ചോദിച്ചിരുന്നുവെന്നും 30 പവനാണ് നൽകിയതെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബ ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്നോട് ചോദിച്ച് സ്വർണം എത്രയാണ് എന്നാ ചോദിച്ചു. അതുകൊണ്ട് 30 ഉണ്ടാവും ഇക്കാര്യം കൃത്യമായിട്ട് എനിക്കറിയില്ല, എൻ്റെ വാപ്പാട് പോയി ചോദിച്ചാളെന്ന് പറഞ്ഞു. പിന്നെ കോയിൻസ് ഉണ്ടാന്ന് ചോദിച്ചു. ഇപ്പം പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, കോയിൻസ് ഒന്നും ഇല്ല എന്നും പറഞ്ഞാൽ ഞാൻ എൻ്റെ പണിയെടുക്കാൻ പോയി. പിന്നെ അവർ സ്വർണം ഊരിച്ച് വാങ്ങി ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ തന്നിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ മഹർ ഊരി വാങ്ങുന്നത്. 1.5 വർഷം മുൻപ് വിവാഹിതയായ യുവതിയാണ് ഭർത്താവ് കൊണ്ടോട്ടി തറയിറ്റൽ സ്വദേശി വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. ഇവർക്ക് 11 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. വിവാഹം കഴിഞ്ഞ് 40 ദിവസമാണ് യുവതി ഭർത്തൃഗൃഹത്തിൽ കഴിഞ്ഞത്. ഇതിനിടെ ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതിനുശേഷം ഭർത്താവ് വിളിക്കുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് യുവതി ആരോപിക്കുന്നത്. ഗർഭിണിയായിരുന്ന യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോഴും ഭർത്താവോ കുടുംബമോ യുവതിയുമായി ബന്ധപ്പെട്ടില്ല. മധ്യസ്ഥർ മുഖേന ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഫോണിലൂടെ വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയതെന്നും യുവതി പറയുന്നു.